ഹായ് ഫ്രണ്ട്സ്, ഞാൻ സോണി. എൻ്റെ 7 ഡേയ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൃഷി നന്നാകണമെങ്കിൽ നമ്മുടെ കൃഷി ചെയ്യുന്ന മണ്ണും വളരെ നന്നായിരിക്കണം. നമ്മൾ കൃഷി ചെയ്യുന്ന മണ്ണിൽ നല്ല വായുസഞ്ചാരം ഉണ്ടെങ്കിൽ ചെടികൾ നല്ല പൂക്കളും കായ്കളും ഒക്കെ തരാനും വേണ്ടി നമ്മുടെ ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ വെച്ച് തന്നെ വളരെ പെട്ടെന്ന് ഒരു കമ്പോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. ഇനി നമുക്ക് ഈ കുപ്പി കമ്പോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കുപ്പി കമ്പോസ്റ്റ് തയ്യാറാക്കാനായി നമുക്ക് വേണ്ടത് ഒരു 1.5 ലിറ്ററിൻ്റെയോ അല്ലെങ്കിൽ 2 ലിറ്ററിൻ്റെയോ ഒക്കെ ഒരു കുപ്പിയാണ്. ഇതുപോലെ ഒരു കുപ്പി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് മുമ്പ് ഉപയോഗിച്ചിരുന്ന കുപ്പിയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ അടപ്പിൽ നമുക്ക് ഇതുപോലെ അത്യാവശ്യം വലിയൊരു തുളയിട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ പഴയൊരു കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അടിഭാഗം ഇതുപോലെ മുഴുവനായി വിടിയിക്കാതെ ഇത്ര ഭാഗം നമുക്കൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് ആവശ്യം കുറച്ച് നല്ലപോലെ ഉണങ്ങിയ കരിയിലയാണ്. ഇതുപോലെ ഞാൻ കുറച്ച് കരിയില കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന ഇതുപോലുള്ള കുറച്ച് പച്ചപ്പുല്ലാണ്. പിന്നെ നമ്മുടെ വീട്ടിലെ അടുക്കള വേസ്റ്റ് കൂടി ഇവിടെ എടുത്തിട്ടുണ്ട്. പച്ചക്കറികൾ അരിയുന്ന വേസ്റ്റ് മാത്രം, മുട്ടത്തോട്, അതുപോലെ ചായലമട്ട്, ഇതൊക്കെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. ഇതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ പച്ചപ്പുല്ലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ പച്ചപ്പുല്ല് ഞാൻ ഇതുപോലെ കുറച്ച് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ കുപ്പി ഏത് ചെടിച്ചട്ടിയിലാണോ ഗ്രോ ബാഗിലാണോ വെക്കുന്നത് അതിൻ്റെ ഒരു ഭാഗത്തെ മണ്ണ് നല്ല പോലെ നമുക്കൊന്ന് കുറച്ച് നീക്കി കൊടുക്കാം. ഈ ചട്ടിയിൽ നിൽക്കുന്ന ചെടിയുടെ വേരൊന്നും പൊട്ടിപ്പോകാതെ നമുക്ക് ഈ മണ്ണ് ഒരു സൈഡിലേക്ക് നീക്കി കൊടുക്കാം. ഇത് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ കുപ്പി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇങ്ങനെ ഇതുപോലെ ഉറപ്പിച്ച് വെക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഈ കുപ്പി ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഈ കുപ്പി ഇതിലൊന്ന് നന്നായിട്ട് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി ഇതിൻ്റെ ചുറ്റുമുള്ള മണ്ണ് നമുക്കൊന്ന് അമർത്തി കൊടുക്കാം. ഈ കുപ്പി ഇപ്പോൾ ഞാൻ ഈ ചെടിച്ചട്ടിയിൽ, ഇതൊരു തക്കാളി തൈ നട്ടിരിക്കുന്ന ചെടിച്ചട്ടിയാണ് കേട്ടോ. ഇതിൽ ഞാനിപ്പോൾ ഇത് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുപ്പിയുടെ ഏറ്റവും അടിയിലായി കരിയില ഇട്ട് കൊടുക്കാം. നന്നായി ഉണങ്ങിയ കരിയില വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇത് കൈ കൊണ്ട് നമുക്ക് ഇതിലേക്കൊന്ന് അമർത്തി വെക്കാം. നമ്മളെടുത്തിരിക്കുന്ന പച്ചക്കറി വേസ്റ്റിൽ മുട്ടത്തോടൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് കൈ കൊണ്ടൊന്ന് അമർത്തി ഇങ്ങനെ ഇതുപോലെ പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഈ പുല്ലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വലിയ കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയാം നമുക്ക്. ഇനി നമുക്ക് കരിയിലയുടെ മുകളിലേക്ക് ഈ പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഈ പുല്ലൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇത് വളരെ പെട്ടെന്ന് കമ്പോസ്റ്റായി കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. പച്ചക്കറി വേസ്റ്റൊക്കെ നല്ല പോലെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞു കൊടുത്താൽ അത് വളരെ വേഗം തന്നെ ഇതിലേക്ക് അഴുകി കമ്പോസ്റ്റായി നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഞാൻ അപ്പോൾ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണത്. ഇനി ഇത് നമുക്ക് ഇതുപോലെ അമർത്തി കൊടുക്കാം.
കുപ്പിയുടെ മുകൾ ഭാഗം വരെ നമുക്ക് പച്ചക്കറി വേസ്റ്റ് നിറച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുപ്പിയുടെ ഏറ്റവും മുകളിൽ കുറച്ച് മണ്ണ് കൂടി ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മണ്ണിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഈ പച്ചക്കറി വേസ്റ്റ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്, പുഴുക്കളൊന്നും വേഗം പുറത്തേക്ക് ഇതാവാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ മുകൾ ഭാഗം വരെ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി ചെയ്യേണ്ടത്, ഇനി നമുക്ക് കുറച്ച് പച്ചച്ചാണകം കലക്കി അതിൻ്റെ തെളി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നാലാണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റായി കിട്ടുകയുള്ളൂ. ഈ ചാണകവെള്ളം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചൊന്ന് ചെറുതായി നനയാൻ പാകത്തിന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ചാണകവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഈ കുപ്പിയുടെ മുറിച്ചെടുത്ത ഈ ഭാഗമല്ലേ, ഇതുകൊണ്ട് തന്നെ നമുക്ക് അടച്ചു കൊടുക്കാം. ഞാൻ അടച്ചിട്ട് കാണിക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ ഇതൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു ചിരട്ട അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രം വെച്ചോ, ചെറിയ പാത്രം വെച്ചോ മൂടി വയ്ക്കാം. ഇതിപ്പോൾ ഇതുപോലെ ഒരു ചിരട്ട വെച്ച് മൂടി വെച്ചാലും മതി. ഇനി ഇത് ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഒന്ന് പതുക്കെ തുറന്നിട്ട് ഇതിൽ ഈർപ്പം നിലനിൽക്കുന്നുണ്ടോ എന്ന് നോക്കണം. ചെറിയൊരു ഈർപ്പം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കമ്പോസ്റ്റായി കിട്ടുകയുള്ളൂ. നല്ലോണം ഉണങ്ങിയാണ് ഇരിക്കുന്നതെങ്കിൽ അതിലേക്ക് കുറച്ച് ചാണകവെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പച്ചച്ചാണകം കിട്ടാൻ മാർഗമില്ലാത്തവർക്ക് നല്ലപോലെ പുളിച്ച 2-3 ദിവസം പുളിപ്പിച്ച കഞ്ഞോളം ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇതിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഊറി വരുന്ന സ്ലറി ഈ പച്ചക്കറി തൈയുടെ ചോട്ടിൽ തന്നെ അതിന് വളമായിട്ട് കിട്ടുകയും ചെടിച്ചട്ടിയിലെയും തൈകൾ നല്ല കരുത്തിൽ തന്നെ വളർന്നു വരുന്നതായി നമുക്ക് കാണാം. ഇത് 40-45 ദിവസം ആകുമ്പോഴേക്കും കമ്പോസ്റ്റായി തുടങ്ങിയിട്ടുണ്ടാവും. ഇങ്ങനെ ചെറുനാരകത്തിൻ്റെ ചുവട്ടിലെ കുപ്പി കമ്പോസ്റ്റാണ് കേട്ടോ ഈ കാണുന്നത്. കമ്പോസ്റ്റ് ആവുമ്പോൾ ഏറ്റവും അടിയിൽ മാത്രമേ കുറച്ച് കമ്പോസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇത് നമുക്ക് എടുത്തിട്ട് നല്ലപോലെ കമ്പോസ്റ്റ് ആയതിനു ശേഷം നമുക്കിത് ഒന്നുകിൽ ഈ ചെടിയുടെ ചുവട്ടിൽ തന്നെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചെടികൾക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ കുപ്പി ഇരുന്ന ഭാഗത്ത് കണ്ടോ, വേരുകളൊക്കെ ഇതിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. ഈ പഴയ കുപ്പിയിൽ നമുക്ക് നല്ല കമ്പോസ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഈ ചെറുനാരകത്തിൻ്റെ ചുവട്ടിൽ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് കൊണ്ട് നമ്മുടെ ഗ്രോ ബാഗുകളിലും ചെടിച്ചട്ടികളിലും ഒക്കെ അതാത് ദിവസത്തെ വേസ്റ്റ് വെച്ച് നമുക്ക് കുപ്പി കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമ്മൾ മറ്റു വളങ്ങളൊന്നും കൊടുത്തില്ലെങ്കിൽ തന്നെ നമ്മുടെ ചെടികൾക്ക് ഇതൊരു നല്ല വളമായിട്ട് തന്നെ ലഭിക്കുന്നതാണ്. നല്ലപോലെ കായ്ഫലം ഉണ്ടാവാനും പൂവുണ്ടാവാനും ഒക്കെ ഇത് വളരെ സഹായിക്കും കേട്ടോ. നമ്മൾ ഈ കുപ്പി കമ്പോസ്റ്റ് ചെടിച്ചട്ടികളിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫ്ലാറ്റിലായാലും വീടുകളിലായാലും എവിടെ വേണമെങ്കിലും വെച്ച് നമുക്ക് ഇങ്ങനെ കുപ്പി കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും
അതുപോലെ കൃഷിയെ സ്നേഹിക്കുന്നവർക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോയുമായി നമുക്ക്